ടീം മാർക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേറ്റഡ് എക്സാമിനേഷൻ കാറ്റഗറി 1 to 4 എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കേറ്റഡ് എലിജിബിലിറ്റി ടെസ്റ്റ് നടിച്ചു കഴിയുമ്പോൾ, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് വരും. ലിങ്ക് ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കേറ്റഡ് ജൂൺ 2025 നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് രജിസ്ട്രേഷൻ എന്ന് കാണിക്കും. രജിസ്ട്രേഷൻ ചൂസ് ചെയ്യുക. അതിനകത്ത് വന്നു കഴിയുമ്പോൾ ന്യൂ രജിസ്ട്രേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വായിച്ചു, എല്ലാ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ വായിച്ചു. നമ്മുടെ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് കയ്യിലുണ്ട്. ഫോട്ടോഗ്രാഫിന്റെ ഫോർമാറ്റ് എന്താ പറയുന്നത്, JPG ഫോർമാറ്റിൽ 150x200 പിക്സലിൽ സൈസ് 20 to 30 KB ആയിരിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത സൈസിൽ നമ്മുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. വെദർ എംപ്ലോയിഡ് ആസ് എ ടീച്ചർ, നോ. AS ഓർണോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് ഏതാണ് കാറ്റഗറി 1 LP സെക്ഷൻ ആണോ, UP സെക്ഷൻ ആണോ, ഹൈസ്കൂൾ ആൻഡ് ലാംഗ്വേജ് ടീച്ചർ, ഫോർ എക്സാമ്പിൾ ഹിന്ദി, അറബിക്ക് തുടങ്ങിയ സബ്ജക്ട് ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണോ, അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മ്യൂസിക്കിനുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ കാറ്റഗറി 4 സെലക്ട് ചെയ്യുക. അതിനുശേഷം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് 1 ഫോർ കാറ്റഗറി 1, മലയാളം വേണോ, തമിഴ് വേണോ, കന്നഡ വേണോ, ഇംഗ്ലീഷ് വേണോ, ഏതാണ് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ചൂസ് ചെയ്യാം. കാറ്റഗറി 4 ഏതാണ് സബ്ജക്ട്, അറബിക് ആണോ, ഡ്രോയിങ് ആണോ, ഹിന്ദി ആണോ, മ്യൂസിക് ആണോ, PED മീൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണോ, സംസ്കൃതമാണോ, സ്വീയിങ് ആണോ, ഉറുദു ആണോ, ഏതാണ് കറസ്പോണ്ടിങ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യും. ഓക്കെ, അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് കൊടുക്കണം. മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഒന്നാമതുള്ളതെന്ന് പറയുന്നത് SLC or equivalent, pass in the certificate examination physical education by commission for ഇതിലേതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന തേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. ഇവിടെ തൊട്ട് നമ്മൾ താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽ, ഇവിടെ നമ്മൾ ക്വാളിഫിക്കേഷൻ ഡിഗ്രി, രജിസ്റ്റർ നമ്പർ, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത്, ഇയർ ഓഫ് പാസിംഗ് ചെയ്ത്, നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ചെയ്ത്, ആ കാര്യങ്ങളാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. താഴോട്ട് വരുന്നതോറും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിലാണ് ചോദിക്കുക. പേഴ്സണൽ ഡീറ്റെയിലിനകത്ത് ഒന്നാമത്തേത് പേഴ്സണൽ ഡീറ്റെയിൽ ഏത് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിലാണ് എക്സാം എഴുതാനായിട്ട് താല്പര്യം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അവിടെ തന്നെയാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടതും, അവിടെ തന്നെയാണ് നിങ്ങൾ വെരിഫിക്കേഷൻ പോകേണ്ടതും. ഏത് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ പോവേണ്ടത്, നിങ്ങളുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, റിലീജിയൻ, കാറ്റഗറി, കാസ്റ്റ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, എന്താണ് ഐഡന്റിറ്റി പ്രൂഫ്, നിങ്ങൾ എന്ത് ID പ്രൂഫാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ. അവസാനം നിങ്ങളുടെ ഇമേജ് കൂടി അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ നിങ്ങളുടെ ഡേറ്റ കൊടുക്കേണ്ടത്. സോ നമുക്ക് ആദ്യം ഡേറ്റ മുഴുവൻ എൻ്റർ ചെയ്യാം. നിങ്ങളപ്പോൾ ഡേറ്റ മുഴുവൻ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഡേറ്റ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് വരുന്നതാണ്. ഇത് നിങ്ങൾ പ്രിവ്യൂ ചെയ്ത് നോക്കുക. പേയ്മെന്റ് കൂടി നടത്തി കഴിഞ്ഞാൽ, ₹500 പേയ്മെന്റ് കൂടെ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്.